ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനും അമ്മയും കൂടിയും ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുരിശുണ്ട്. അപ്പോൾ അവിടെ പെരുന്നാളാണ്. അപ്പോൾ അതിന് പോകാൻ ഞാനും അമ്മയും കൂടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുരിശിൽ പോകണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളപ്പോൾ എല്ലാ കൊല്ലം അവിടെ പോകാറുള്ളതാണ്. നവംബർ 1-ാം തീയതിയാണ്. ഇപ്പോൾ നൈറ്റാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ പരിസരത്ത് നമ്മൾ ഒരുപാട് പേരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ പോണ വഴിക്കുകളിൽ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഭയങ്കര ഇരുട്ടായിട്ട്. ഇപ്പോൾ സമയം 7:43 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പോണത്, പള്ളിയിലേക്ക് പോണേ കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ, അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കണ വഴിയെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനും അമ്മയും ഇതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറ. ഞങ്ങൾ പള്ളി പോവാണ്. ഇവിടെയാണ് ഇപ്പോൾ വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് നടക്കണ വഴി മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ അടുത്ത മാസം വേറൊരു പെരുന്നാൾ തന്നെ ഉണ്ട്. അത് ഡിസംബർ 8-9 പത്താണ്. ഇതിപ്പോൾ ചെറിയ പെരുന്നാളായതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഉള്ളത്. പിള്ളേർ പഠിക്കാൻ വേണ്ടി ഈ ഏരിയയിലൊക്കെ ഭയങ്കര ഇരുട്ടായിട്ട്. ഇവിടെ ഒന്നും വഴിവെട്ടമൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് വരെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്താറായി. ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ പള്ളിയുടെ അടുത്തും. അടുത്ത മാസം വേറൊരു വീഡിയോയിൽ നമ്മൾ വരും. കുഞ്ഞപ്പൂ കഴിഞ്ഞ പോലെ നമ്മുടെ കൂടെ പിന്നെ ചേച്ചിയും എല്ലാവരും കൂടി ഉണ്ടായി, ചേച്ചിയൊക്കെ ഉണ്ടായി. അപ്പം ഈ തവണ ഇപ്പം അവരൊന്നുമില്ല. ചേച്ചി ഇനി അടുത്ത മാസം ശനിയാഴ്ച വരും അല്ലേ. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. പ്രാർത്ഥന നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല. പള്ളിയുടെ അടുത്തൊക്കെ നമ്മളെത്തി. ഇതാണ് നമ്മുടെ ചെറിയ പള്ളി. പ്രതിസന്ധികളിലൊന്നും തകർന്നു പോവുകയില്ല. പരിമല തിരുമേനിയെ പോലെ അവർ വീണ്ടും വീണ്ടും താഴ്മയിലൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ സമയമായി. അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് ഫുഡെല്ലാം മേടിച്ച്. ഫുഡിലുണ്ടായത് ബീഫും കായും, പിന്നെ മാങ്ങച്ചാറുണ്ടായി, മൂടിയറുണ്ടായി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പള്ളിയിലെ പെരുന്നാൾ കൂടി നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെയുണ്ട്, ചേട്ടന് ജോലിയുള്ള കാരണം ചേട്ടനും കൂടി ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.